ആയിരിക്കും ഇന്നലെ ഒരു ജുവാനെ കൊണ്ടുവന്നായിരിക്കും. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏട്ടൻ രാവിലെ റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ട്. ഇന്ന് പറമ്പിൽ കുറച്ച് പണിയുണ്ട്. അപ്പം അമ്മ പണിക്കാരെ വിളിക്കാൻ പോയപ്പം സനുവിൻ്റെ അമ്മയായിരുന്നു കേട്ടോ പറഞ്ഞത്, റോഡ് സൈഡിൽ കൂണ് പൊട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ. തക്കുവിനിപ്പോൾ 2 ദിവസമായിട്ട് പനിയാണ്. അപ്പോൾ തക്കുടു സ്കൂളിൽ പോയിട്ടില്ല. അതിനെ കൂണൊക്കെ പറിച്ച് വന്ന് നൈനുവിന് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ കൊണ്ടുവിടാൻ നിന്നതായിരുന്നു, പക്ഷെ അപ്പോഴേക്ക് ഏട്ടൻ എത്തിയതുകൊണ്ട് ഏട്ടൻ കൊണ്ടുവിട്ടു കേട്ടോ. തക്കുടുവിന് പനി കുറഞ്ഞു. രാത്രി ഭയങ്കര വൊമിറ്റിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തക്കുടുവിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. ഞാൻ പോകുന്നില്ല, ഏട്ടനാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ട് രണ്ടാമത് ചോറും കറിയൊക്കെ ആക്കി പണിക്കാർക്ക് ചോറൊക്കെ കൊടുത്ത് വിട്ട് അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി കൂണൊന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് റബ്ബർ പാൽ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ ഏട്ടൻ വരുന്നവരെ കൂണൊക്കെ ഒന്ന് വൃത്തിയാക്കി പകുതി വൃത്തിയാക്കുമ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ കഞ്ഞിയൊക്കെ കുടിച്ച് ഞാനും ഏട്ടനും കൂടി റബ്ബർ പാലൊക്കെ എടുത്ത് വന്ന് അത് കഴിഞ്ഞ് പകുതി കൂൺ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂണ് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് ക്ലീൻ ചെയ്ത കൂണിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പച്ചമുളക് ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി, വെള്ളം ചേർത്തിട്ടില്ല, അത് വേകാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ ഒന്ന് വറ്റിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും തക്കുടുവിനെ പോയി നോക്കുമ്പോഴേക്കും തക്കുടു നല്ല ഉറക്കമാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മുറ്റമൊക്കെ അടിച്ചു വാരി ഏട്ടൻ അയിനുവിനെ കൂട്ടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ, കോളിപ്പാളിയിലേക്ക്. ഇന്ന് പാച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ അല്ല, പിറന്നാൾ. ബർത്ത്ഡേക്ക് അവിടെ എല്ലാവർക്കും പനിയായതുകൊണ്ട് അന്ന് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം നാളിലാണ് കേട്ടോ ആഘോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അച്ഛൻ കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കാത്ത് ഇതാ ഒരാളവിടെ കാത്ത് നിൽക്കുന്നുണ്ട്, നമ്മുടെ ഇച്ചൂട്ടനാണ്. അങ്ങനെ വീട്ടിലെത്തി കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടുത്തുള്ളവരും പിന്നെ നാത്തൂമാരുടെ അമ്മയും അച്ഛൻ, അങ്ങനെ എല്ലാവരും കുടുംബക്കാരാണ് കേട്ടോ. ഇവരൊക്കെ എൻ്റെ അനിയന്മാരാണ് കേട്ടോ. പക്ഷേ ഒരു ഫോട്ടോയിലും അവരെ കാണാൻ പറ്റില്ല, കാരണം അവരാദ്യം മുങ്ങൂട്ടോ, എന്നെ കണ്ടാൽ മുങ്ങിക്കളയും. ഇന്നിപ്പം വേറൊരാളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തു തന്നത്. അതുകൊണ്ട് മാത്രമാണ് അവരെ ഫോട്ടോയിൽ കിട്ടിയതേ, കാരണം അവരറിഞ്ഞിട്ടില്ല ഞാൻ ഫോട്ടോ എടുക്കുന്ന കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ പാച്ചൂട്ടൻ. ഒറിജിനൽ നെയിം ശ്രീയാൻ. അവിടെ എല്ലാവരും വിളിക്കുന്നത് അമ്പാടി എന്നാണ്, പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് പാച്ചു എന്നാണ് കേട്ടോ. പാച്ചുവിൻ്റെ കേക്ക് മുറി കഴിയുമ്പോഴേക്കും ഇതാ ഒരുപാട് പേര് കേക്ക് മുറിക്കാൻ വന്നിട്ടുണ്ട്. ഇച്ചൂട്ടൻ്റെ വക ഒരടി നടന്നിട്ടുള്ളൂ, അത് കഴിയുമ്പോഴേക്കും ഇതാ മക്കൾ. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഇച്ചൂട്ടൻ ഭയങ്കര അടിയായി കേട്ടോ. അപ്പോൾ അവനൊരു പീസ് കേക്കൊക്കെ കൊടുത്തിട്ട്, ഇത് നമ്മുടെ ഇച്ചൂട്ടൻ ഒരു പീസ് കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് മുറിക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്, പിന്നെ അവൻ്റെ വക എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇച്ചൂട്ടൻ്റെ ബർത്ത്ഡേയും ആഘോഷിക്കുകയാണ്. ഇത് ചെറിയച്ഛൻ്റെ മോനും ഭാര്യയുമാണ്. എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ ഇത്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം ആദ്യം പറഞ്ഞതും അവനോട് തന്നെയാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാ ഇവരുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നാൽ അവരും എല്ലാവരും മെല്ലെ മുങ്ങി കേട്ടോ. പിന്നെ ഇതാ മക്കൾ ബലൂണ് തട്ടി കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു. അനിയും കുറച്ച് മസിലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല വഴക്ക് എനിക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നാത്തൂനും ബാച്ചൂട്ടനും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് അവരുടെ വീട്ടിൽ പോവുകയാണ്. ഇച്ചൂട്ടൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അവർ പോയത് കണ്ടിട്ട്. അവനും പോന്നേന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമാണ്. ആര് മുറ്റത്തിറങ്ങിയാലും വണ്ടി എടുത്താലും അവൻ അപ്പം പോകണം. വൈകുന്നേരം ഇച്ചൂട്ടനും അനിയനും പിന്നെ നാത്തൂനൊക്കെ കൂടി അവരും പോയിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് കേട്ടോ. അങ്ങനെ ഞായറാഴ്ച ഞങ്ങളും അവിടെ നിന്ന് തിരിച്ചു വരികയാണ്.
ഉച്ചയ്ക്ക് ഒരുങ്ങിയതാണ് കേട്ടോ. പെരും മഴയായിരുന്നു. ഇതൊന്നും അല്ല മഴ. ഇപ്പോൾ 2 ദിവസമായിട്ട് അവിടെ പെരും മഴയായിരുന്നേ. കല്ലൂർ ഒരു ഹോസ്റ്റലിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പം ഞങ്ങളും യാത്രയാകുകയാണ്.